നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. വിവാഹത്തിന് ഇനി 1.5 മാസം മാത്രം ബാക്കി നിൽക്കെ തൃശൂർ പേരാമംഗലത്തെ ഒരു വീട്ടിൽ നിന്ന് 50 പവൻ സ്വർണം കവർന്നിരിക്കുന്നു എന്നുള്ള വളരെ ഞെട്ടിക്കുന്ന വാർത്തയാണ് പുറത്തു വരുന്നത്. തുണിക്കട ഉടമയായ പറപ്പൂർ സ്വദേശി ഷക്കീറിന്റെ വീട്ടിലാണ് മോഷണം നടന്നിരിക്കുന്നത്. മകളുടെ വിവാഹവുമായി ബന്ധപ്പെട്ട് വാങ്ങിയ സ്വർണമാണ് നഷ്ടമായിരിക്കുന്നത്. ഈ വീടിന്റെ പിൻഭാഗത്തെ വാതിൽ തകർത്താണ് മോഷ്ടാക്കൾ അകത്ത് കയറിയിരിക്കുന്നത്. കൃത്യമായി പറഞ്ഞ 47 പവനിലധികം സ്വർണം മോഷണം പോയെന്നാണ് പ്രാഥമിക നിഗമനം. വീട്ടുകാർ സ്ഥിരമായി ഉപയോഗിക്കുന്ന സ്വർണവും അതിലുണ്ട്. മകളുടെ കല്യാണ ആവശ്യത്തിനായി വാങ്ങിയ സ്വർണവും മോഷണം പോയതിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. പുലർച്ചെ ഏകദേശം 2 മണിയോട് കൂടിയിട്ടാണ് കടയിൽ നിന്ന് ഷക്കീറും കുടുംബവും മടങ്ങിയെത്തിയത്. ഷക്കീറും അദ്ദേഹത്തിന്റെ ഭാര്യയും മകളും ഈ ഓണത്തിരക്ക് കാരണം കടയിൽ തന്നെയായിരുന്നു. ആ സമയത്ത് കട പൂട്ടിയിറങ്ങാൻ സമയം വൈകി. കട അടച്ച ശേഷം ഏകദേശം രാത്രി 2 മണിയോടെയാണ് ഇവർ 3 പേരും വീട്ടിലെത്തിയിരിക്കുന്നത്. വീട്ടിലെത്തിയപ്പോഴാണ് പിൻവശത്തെ കതക് തകർത്ത നിലയിൽ കണ്ടെത്തിയത്. പിന്നാലെയാണ് മുറികൾ പരിശോധിച്ചപ്പോൾ സ്വർണം മോഷണം പോയതായി കണ്ടെത്തിയിരിക്കുന്നത്. ഈ വീടിന്റെ പിൻഭാഗത്ത് വയലും അതിനപ്പുറത്ത് റെയിൽവേ പാളവുമാണ്. അതായത് മോഷ്ടാക്കൾക്ക് എളുപ്പം രക്ഷപ്പെടാൻ കഴിയുന്ന രീതിയിലാണ് പ്രദേശമുള്ളത്. ഈ സമീപ പ്രദേശത്തൊന്നും തന്നെ അധികം വീടുകളുമില്ല. വയലും റെയിൽവേ ട്രാക്കുമാണ്. അതുകൊണ്ട് പെട്ടെന്ന് ആളുകളുടെ ശ്രദ്ധ അങ്ങോട്ട് എത്താത്ത ഒരു സ്ഥലം കൂടിയാണ്. പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചാണ് അന്വേഷണം നടക്കുന്നത്. ഒക്ടോബറിലാണ് മകളുടെ വിവാഹം നടത്താൻ നിശ്ചയിച്ചിരുന്നത്. അതിന് വാങ്ങി വെച്ചിട്ടുള്ള സ്വർണമായിരുന്നു. പക്ഷേ മറ്റൊരു മുറിയിൽ സൂക്ഷിച്ചിരുന്ന പണം നഷ്ടപ്പെട്ടിട്ടില്ലെന്നാണ് പ്രാഥമിക വിവരം. വീടിന്റെ സമീപത്തായി മദ്യകുപ്പിയും ഭക്ഷണത്തിന്റെ അവശിഷ്ടവും കണ്ടെത്തിയിട്ടുണ്ട്. ഒരുപക്ഷെ മോഷ്ടാക്കളോ അല്ലെങ്കിൽ ഒരു മോഷ്ടാവോ എത്ര പേരുണ്ട് എന്നുള്ളതിനെ കുറിച്ചും കൃത്യമായ അറിവില്ല. അവർ ഒരുപക്ഷെ അവിടെ ഇരുന്ന് മദ്യവും കഴിച്ച് ഭക്ഷണവും കഴിക്കാനുള്ള സാധ്യതയുമുണ്ട്. പ്രദേശത്ത് 2 അപരിചിതരെ കണ്ടിരുന്നതായി നാട്ടുകാർ പറഞ്ഞുണ്ട്. മറ്റൊരു കിടപ്പുമുറിയിൽ ഏകദേശം 4 ലക്ഷത്തോളം രൂപ ഉണ്ടായിരുന്നുവെങ്കിലും നഷ്ടപ്പെട്ടിട്ടില്ല. സംഭവത്തിൽ തൃശൂർ പേരാമംഗലം പോലീസാണ് അന്വേഷണം നടത്തുന്നത്. ഇനി കൂടുതൽ മറ്റുള്ള മുറികളിൽ നിന്ന് ഏതെങ്കിലും തരത്തിൽ സൂക്ഷിച്ചിട്ടുള്ള പണം നഷ്ടമായിട്ടുണ്ടോ എന്നറിയില്ല. ഒരു മുറിയിൽ സൂക്ഷിച്ചിരുന്ന പണം നഷ്ടപ്പെട്ടിട്ടില്ല. ഇനി കൂടുതൽ വിശദമായ പരിശോധനയും പോലീസ് അവിടെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഏതായാലും ഈ വീട്ടുകാരെ കുറിച്ചും അതുപോലെ തന്നെ മകളുടെ വിവാഹമാണ്, അതിനായിട്ട് സ്വർണ്ണാഭരണങ്ങൾ വാങ്ങി വെക്കാനുള്ള സാധ്യതയുണ്ട് എന്ന് മനസ്സിലാക്കിയിട്ടുള്ള മോഷ്ടാക്കളായിരിക്കണം ഇത്തരത്തിൽ മോഷണം നടത്തിയിട്ടുണ്ടാവുക. മാത്രമല്ല ഈ വീട്ടുകാർ ഏതൊക്കെ സമയത്ത് വരുന്നു, പിന്നെ പ്രത്യേകിച്ച് ഓണത്തിരക്കാണ്, ഒരു തുണിക്കട ഉടമയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ഒരു ഓണക്കാല സീസണിൽ തിരക്കുണ്ടാവും എന്ന് കൃത്യമായി മനസ്സിലാക്കിയിട്ടുള്ളവരായിരിക്കണം മോഷ്ടാക്കൾ. ഇവരെ കൃത്യമായിട്ട് അറിയുന്ന, നിരീക്ഷിക്കുന്ന പരിചിതരായിട്ടുള്ള ആൾക്കാരാണോ അതോ മറ്റേതെങ്കിലും മോഷ്ടാക്കൾ തന്നെയാണോ എന്നുള്ളതിനെ കുറിച്ചും വ്യക്തത വന്നിട്ടില്ല. ഏതായാലും കിട്ടാവുന്ന തെളിവുകളെല്ലാം തന്നെ പോലീസ് ശേഖരിച്ചിട്ടുണ്ട്. കൃത്യമായിട്ട് CCTV ദൃശ്യങ്ങളും പരിശോധിച്ച് അതിന്റെ അടിസ്ഥാനത്തിൽ പ്രതികൾക്കായിട്ടുള്ള തിരച്ചിൽ തുടരുകയാണ്. ഇതിനോടൊപ്പം തന്നെ ഇന്ന് മറ്റൊരിടത്ത് വന്നൊരു വാർത്ത, ഒരു പോലീസ് സ്റ്റേഷനിലേക്ക് ഒരു കോൾ വരികയാണ്. സാർ, ഞങ്ങൾ മോഷ്ടിക്കാൻ വന്നതാണ്, പക്ഷെ രക്ഷിക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ് സ്റ്റേഷനിലേക്ക് ഒരു ഫോൺ സന്ദേശം വന്നത്. ഇത് കേട്ട് പോലീസ് അമ്പരന്നു. കാരണം മോഷ്ടിക്കാൻ വന്ന കള്ളന്മാർ തന്നെ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ച് സാർ, ഞങ്ങളെ രക്ഷിക്കണമെന്ന് പറയുകയാണ്. സ്ഥലത്ത് ചെന്നപ്പോൾ സംഭവം സത്യമാണ്. നാട്ടുകാരുടെ തല്ലുകൊള്ളുന്നതിനേക്കാൾ ജയിലിൽ പോകുന്നതാണെന്ന് നല്ലതെന്ന് മോഷ്ടാക്കൾ കരുതുകയായിരുന്നു. സംഭവം ഗുജറാത്തിലെ വൽസാഡ് ജില്ലയിലെ വാപ്പിയിലെയാണ് നടക്കുന്നത്. BJ ജ്വല്ലേഴ്സിൽ മോഷണത്തിനിറങ്ങിയതാണ് ദിനേശ് ഡോങ്കറും വിപിൻ പാഠക്കും. എന്നാൽ ഇവർ അകത്ത് കയറുന്നത് കണ്ട് ചിലർ ഷട്ടർ പുറത്തു നിന്ന് പൂട്ടി. വടികളുമായ ആളുകളെ കൂട്ടി. ഇതോടെ മോഷ്ടാക്കൾ അകത്തു നിന്നും ഷട്ടർ പൂട്ടി. ഇത് തുറന്ന് ഇവരെ കൈകാര്യം ചെയ്യാൻ ജനക്കൂട്ടം ശ്രമം തുടങ്ങി. ഗത്യന്തരമില്ലാതെയാണ് കള്ളന്മാർ പോലീസ് ഹെൽപ്പ് ലൈനിൽ വിളിച്ച് സത്യസന്ധമായ കാര്യങ്ങൾ പറഞ്ഞു. ഉടനെ പോലീസ് എത്തി മോഷ്ടാക്കളെ തല്ലുകൊള്ളിക്കാതെ കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തിട്ടുണ്ട്. കാരണം നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട്, മോഷ്ടാവെന്ന് ആരോപിച്ചുകൊണ്ട് അല്ലെങ്കിൽ മോഷണ ശ്രമം നടത്തിയ ആളുകൾക്ക് നേരെ പെട്ടെന്നൊരു പ്രകോപനത്തിന്റെ പേരിൽ നാട്ടുകാരൊക്കെ കൂടി ചേർന്ന് ആയുധങ്ങൾ ഉപയോഗിച്ച് തല്ലിക്കൊല്ലുന്ന വാർത്തകൾ നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട്. ഇവിടെയും തങ്ങളുടെ ജീവൻ അപകടത്തിലാകുമെന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണ് ഇതിനും ഭേദം, നാട്ടുകാരെ തല്ലുകൊണ്ട് മരിക്കുന്നതിനേക്കാൾ ഭേദം പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ച് സത്യം പറഞ്ഞ് അവരെ രക്ഷിക്കാനായിട്ട് വിളിക്കുക എന്നുള്ള വഴി ഇവിടെ കള്ളന്മാർ തിരഞ്ഞെടുത്തത്.